Hello everyone, welcome to our channel Edu Partners. അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്ക് കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് +2 സ്റ്റുഡൻസ്, +1 +2 സ്റ്റുഡൻസിനായിക്കോട്ടെ, കൊമേഴ്സ് സ്റ്റുഡൻസിനായിക്കോട്ടെ, ഇനി നമ്മുടെ എക്സാം എഴുതുന്ന, അതായത് PSC എക്സാം എഴുതുന്ന, UGC നെറ്റ് എഴുതുന്ന കുട്ടികൾക്കും വളരെ യൂസ്ഫുള്ളായ ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം വരുമ്പോൾ അതിൽ കൂടുതലും ഈ ഭാഗം ചോദിക്കാറുണ്ട്. അതുപോലെ PSC ഇപ്പോൾ വിളിച്ചിരിക്കുന്ന അക്കൗണ്ടിൻ്റെ എക്സാമിനും ചോദിക്കാൻ സാഹചര്യമുള്ള ഒരു ഏരിയയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഓക്കെ, അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് ബേസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഡാറ്റാസും കാര്യങ്ങളും നമ്മൾ ദാറ്റ് മീൻസ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ബേസിനെയാണ് നമ്മൾ പറയുക. ബേസ് ചെയ്തിരിക്കുന്നത് ചില അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ അസംഷൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിനെ സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത്, ഒരു ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ക്യാപിറ്റലിനെ ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത്, ബാധ്യതയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത്. കാരണം ബിസിനസ്മാനെയും ബിസിനസ്സും രണ്ടാണെന്ന് സൂചിപ്പിക്കാനാണ്. അതായത് ബിസിനസ് എപ്പോഴെങ്കിലും, അതായത് പിന്നീട് ബിസിനസ്മാന് ആ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അത് ബിസിനസ്സിൻ്റെ ബാധ്യതയാവുന്നുള്ളത്. അപ്പോൾ അവിടെ എന്തുണ്ട്, ബിസിനസ്സും ബിസിനസ്മാനെയും രണ്ടായിട്ടാണ് കാണുന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാഹചര്യമുള്ള ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസിൽ, ഈ ഭാഗം മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്താണ് അതേക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്നാലേ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നാലും നമുക്കതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോയിൽ ഉണ്ടായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ മണി മെഷർമെൻറ്റ് അസംഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. താങ്ക് യു.